ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. രണ്ടുപേരും MD ചെന്നൊന്ന് കാണാൻ പറഞ്ഞു. എന്തോ പറയാനാ. എന്തിനാ? അതെന്താന്നറിയില്ല. ശരി ബാലു വാ. ഞാൻ വരുന്നില്ല, താൻ പോയാ മതി. എനിക്ക് അവന്റെ മുഖം കണ്ട ഇന്നലത്തെ സംഭവങ്ങൾ ഓർമ്മ വരും. ബാലു, അത് വീട്ടുകാരിയാ, അത് കഴിഞ്ഞു. അവിടെ പറയേണ്ടത് ഞാൻ നല്ല വൃത്തിക്ക് പറയുകയും ചെയ്തു. ഇതിപ്പോ നമ്മൾ ഓഫീസിലാ. അസൈൻമെന്റ് എന്തെങ്കിലും പറയാനായിരിക്കും. വാ ബാലു, വാ ബാലു, വാ. ഇരിക്കെ. സാറ് വിളിച്ചോന്ന് പറഞ്ഞു. അപർണയും ബാലു ഇരിക്കെ. കാര്യം എന്താ? ഞാൻ ക്ഷമ ചോദിക്കാനാ നിങ്ങളെ വിളിച്ചേ. ഐ എം സോറി. യാമിനി ആന്റി എന്നെ നിർബന്ധിച്ച് വിളിച്ചു. എന്തായാലും പാർട്ടിക്ക് ചെല്ലണമെന്നും പറഞ്ഞു. അപർണയും ബാലുവും എന്റെ ഓഫീസിലെ ആൾക്കാരാ. അപ്പൊ ഞാൻ വരുന്നത് നിങ്ങൾക്കും ചിലപ്പോ സന്തോഷമായിരിക്കും എന്ന് കരുതി. പക്ഷേ ഞാൻ കാരണം നിങ്ങളുടെ ഒരു ദിവസം അലങ്കോലമായി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. അത് മുമ്പും പറഞ്ഞിട്ടുള്ളതാ. ഈ ഓഫീസ് വാങ്ങിയ ശേഷം എന്റെ ഈ കമ്പനി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ എന്റെ മനസ്സിൽ ഇപ്പോ ഉള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. എനിക്ക് അല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ മനസ്സായിട്ട് നിന്ന് ഈ കമ്പനിയെ കേരളത്തിലെ ലീഡിംഗ് സ്ഥാപനമാക്കണം. ആ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതിനിടയിൽ ഇങ്ങനൊരു ഫാമിലി ഇഷ്യൂ സംഭവിച്ചതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. സോറി അപർണ. സോറി ബാലു. ഓക്കെ സർ, അത് തീർന്നു. ഞങ്ങളും അത് മറന്നു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്നാ ശരി. ഞാൻ പറഞ്ഞില്ലേ, കിരൺ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. കിരൺ ഇപ്പോ ഓഫീസ് കാര്യങ്ങളേ ഉള്ളൂ. എനിക്കെന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒക്കെ നാടകമായിട്ടാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ മനസ്സിൽ കണ്ടിട്ടാ ഇപ്പൊ നമ്മളെ വിളിച്ചു വരുത്തി ഈ ഡയലോഗൊക്കെ അടിച്ചത്. താൻ നോക്കിക്കോ, നാളെ തന്നെ അടുത്തൊരു തലവേദന തന്നിരിക്കും. ചേച്ചി, മഞ്ഞപ്പൊടി ഇത്രയും മതിയൊന്നൊന്ന് നോക്കിയേ. ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? എന്ത്? ആ ബെസ്റ്റ്. ചേച്ചി ഇടങ്ങുമല്ലേ, മഞ്ഞപ്പൊടി ഇത്രയും മതിയോന്ന്. ഇത്ര കാലായിട്ടും ഇതത്രയും ചെയ്തിട്ട് എനിക്കതിന്റെ അളവൊന്നും അറിയാൻ വയ്യേ. ചേച്ചിയുടെ അളവാ ആഹാരത്തിന്റെ രുചി. എന്നും ചേച്ചി പറയുന്ന അളവല്ലേ ഇടുന്നത്. അതെ, ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആകെ ഒരു ഉഷാറില്ലാത്ത മട്ട്. എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ. ഇപ്പൊ സംസാരവും ഇല്ല, കളിയില്ല, ചിരിയില്ല. എപ്പോഴും ഒരു മൂകത. മതി, നിർത്ത്. ജോലി തീർക്ക പെട്ടെന്ന്. ചുമ്മാ വായിട്ടലക്കുന്നു. ഹലോ. എന്നെ മറന്നു അല്ലേ സുധേ? എന്നെ കൈവിട്ടോ? ഹലോ, ഞാൻ നിന്റെ ഭർത്താവാ, കൃഷ്ണമൂർത്തി. എന്റെ ഫോണാണെന്നറിഞ്ഞാൽ നീ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ വേറൊരു ഫോണിൽ നിന്ന് വിളിക്കുന്നത്. എന്നെ കൈവിട്ട് കളഞ്ഞു സുധാമണി. നീ ഇവിടുന്ന് പോയത് മുതൽ നീ ഇപ്പൊ വരും,
ഇപ്പൊ വരും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ ഉടൻ വരുമെന്ന് പറഞ്ഞ് ഈ സിസ്റ്റർമാർ എന്നെ ആശ്വസിപ്പിച്ചു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നെ അവിടെ വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വേണ്ട. ഇല്ല, പേടിക്കണ്ട. എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ സുധേ അങ്ങോട്ട് വരാൻ. പക്ഷേ നീ വരണം, വന്നേ പറ്റൂ സുധാമണി. ഞാൻ നിന്റെ കാലിൽ പിടിച്ച് കെഞ്ചുക, നീ വരണം. വരാം. എനിക്ക് അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് തീർത്തിട്ട് വരാം. താങ്ക് യു സുധേ, താങ്ക് യു. ലവ് യു. അമ്പോ, എന്റെ പൊന്നു സാറേ, സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ ഫോണിങ്ങെടുക്ക്. താങ്ക് യു. എനിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്റെ ദൈവമേ. തീർന്നു, എന്റെ ജീവിതം തീർന്നു. ചേച്ചി, ചേച്ചിക്ക് എന്താ പറ്റിയേ? ബാലുവിനെ അറിയിക്കട്ടെ? നീ ചെന്ന് ബാലുവിനെ വിളിച്ചു പറ. വേണ്ട, ആരെയും വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട. ആരാ ചേച്ചിയെ ഫോൺ ചെയ്തത്? എന്താ കാര്യം? ചേച്ചി ആകെ വല്ലാണ്ടായല്ലോ. ഒന്നുമില്ല, ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചതാ. ലോണിന്റെ തിരിച്ചടവിന്റെ കാര്യം സംസാരിക്കാൻ. പൈസന്റെ കാര്യം ആലോചിക്കുമ്പോ വെപ്രാളം കൊണ്ട് ഞാൻ വല്ലാണ്ട്. ഫുഡ് എത്തിക്കാൻ സമയമില്ലേ? നിങ്ങൾ ചെന്ന് ജോലി ചെയ്തോ. ചന്ദ്രി, എന്താ ചേച്ചി? ഞാൻ നേരത്തെ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ, ഒന്നും വിചാരിക്കല്ലേ. അയ്യേ ചേച്ചി, അതൊന്നും സാരമില്ല. എനിക്കെന്തോ പെട്ടെന്ന് വിഷമം വന്നു. അത് ആ ചേച്ചി വിഷമിക്കാതെ. ചേച്ചിക്ക് ദൈവം ഒരു ദോഷവും വരുത്തില്ല. സമാധാനിക്ക്. ശരി. എനിക്ക് ബാലുവിനോട് വിരോധം തോന്നാൻ അപർണ എന്നൊരു കാരണമുണ്ട്. തനിക്കെന്താണോ ബാലുവിനോട് ഇത്ര വൈരാഗ്യം? അവനും അവന്റെ അമ്മയും ചേർന്ന് എന്റെ മോനെ സ്റ്റേഷനിൽ കയറ്റി. സാരമില്ല സാറേ, അവന്റെ അനിയത്തിയെ കൂടി ഞാനതിന് പകരം വിട്ടു. സാറ് നോക്കിക്കോ, അവനും അവന്റെ വീട്ടുകാരും കൂട്ട ആത്മഹത്യ ചെയ്യും. പ്രമോദ് ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഡോഡോഡോ, അവനും വീട്ടുകാരും കൂട്ട ആത്മഹത്യ ചെയ്യുന്നു. ദേ നോക്കി, വീട്ടുകാർ പറഞ്ഞതല്ലേ അപർണയെ ചേർക്കണ്ട, അവളെ അങ്ങ് ഒഴിവാക്കിയേക്കണം. അതെനിക്കറിയാമല്ലോ സാർ. അപർണ സാറിന്റെ ആളായതുകൊണ്ടാ അപർണ ഞാൻ ഒഴിവാക്കുന്നത്. അല്ല സാർ, കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എടോ പ്രമോദേ, പറയണം സാർ. താൻ കേട്ടിട്ടില്ലേ, പയ്യെ തിന്ന പനയും തിന്നാവുന്ന്? ഇവിടെ ഒരു ഗെയിം നടക്കാടോ. അത് ഫുട്ബോളും ക്രിക്കറ്റും ടെന്നീസും ഒന്നുമല്ല, ചതുരംഗ കളിയാ. ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചു വേണം നടത്താൻ. നീക്കി അവസാനം രാജാവിനെ വെട്ടി റാണിയെ പൂട്ടും. ഇപ്പോ ചെറിയൊരു കരഞ്ഞിക്ക് നടത്തിയാലോ? എന്ത് സാർ? കളിക്കുള്ളിലെ ഒരു കളി. റാണിയെ പിടിച്ചെടുക്കണമെങ്കിൽ ആ രാജാവിന്റെ മനസ്സ് തളർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു മനസ്സ് തളർത്തൽ കളിയാ ഇപ്പൊ ഞാൻ കളിക്കാൻ പോകുന്നത്. താൻ അതനുസരിച്ച് എന്നോടൊന്ന് സഹകരിക്കണം. ഓക്കെ സാർ. ഞാൻ വിളിക്കും തന്നെ, അപ്പൊ വന്നാ മതി.
അപർണ, ആ സർ. നമുക്ക് ട്രിഡ വരെ ഒന്ന് പോവാമോ? 2 പ്രോജക്റ്റുകളെ കുറിച്ച് ഇന്ന് അവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. പ്രോജക്ട് നമ്പർ സിയും ഇയും അപർണയാണല്ലോ അത് കൈകാര്യം ചെയ്തിരുന്നേ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഇന്ന് തന്നെ പോണമെന്നുണ്ടോ സർ? ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോ ഞാനും ബാലും കൂടെ ട്രിഡയിൽ ഇറങ്ങാം. ഞങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്തോളാം. അയ്യോ, അത് ഡിലേ ആകുമല്ലോ അപർണ. ഇന്നിപ്പോ എന്തു പറ്റി? ഒരു ചെറിയ തലവേദന സർ, അതുകൊണ്ടാ. then ഓക്കെ, അപർണ ബുദ്ധിമുട്ടുണ്ട. ഞാൻ പ്രമോദിനെ കൂട്ടി പൊക്കോളാം. പ്രമോദ് ആ പ്രോജക്ട് ഡിലേ ചെയ്താണല്ലോ. എന്താ സാർ? പ്രമോദ്, ട്രിഡയിൽ നമുക്കൊന്ന് പോയിട്ട് വരാമോ? സാർ, ബാംഗ്ലൂർ കമ്പനിക്ക് അയക്കാനുള്ള റിപ്പോർട്ട് 4 മണിക്ക് മുൻപ് പൂർത്തിയാക്കണമെന്ന് സാർ പറഞ്ഞിരുന്നു. ഓ, ഞാനത് വിട്ടുപോയി. എന്താ സാർ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അല്ല, ട്രിഡയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപർണയാണല്ലോ സബ്ജക്ട് എക്സ്പേർട്ട്. അപർണയും ഞാനും കൂടി പോകാന്ന് കരുതി. പക്ഷേ അപർണയ്ക്ക് പെട്ടെന്നൊരു തലവേദന. തലവേദനയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിക്കുക പറഞ്ഞ. വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഓൾറെഡി 2 റിമൈൻഡേഴ്സ് വന്നിരുന്നു. സർ, നാളെ രാവിലെ ബാലുവിനും കൂട്ടി പോയാ പോരെ? നോ വേ. ചിലപ്പോ ചെയർമാൻ ആയിരിക്കും അവിടെ ഡിസ്കഷൻ ഇരിക്കുന്നത്. MD എന്ന നിലയിൽ ഞാനും പ്രോജക്ട് എക്സ്പെർട്ട് എന്ന നിലയിൽ അപർണയും കൂടിയും ഒരുമിച്ച് പോകുന്നതാണ് റൈറ്റ് അല്ലേ? പിന്നല്ലാതെ. തലവേദനക്ക് അടുത്തതാണെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. അതുപോരെ? നമുക്ക് പോവാം സർ. ഗുഡ്. ബാലു, ഞാൻ പോയിട്ട് വരാം. ഇതാ ഓരോ ഐറ്റവും കൃത്യമായിട്ട് പറഞ്ഞു ഏൽപ്പിക്കണം. വരുന്നില്ലേ? ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ പൊയ്ക്കോ. ഫുഡ് എത്തിക്കാന്ന് പറഞ്ഞ സമയമായി. ഹലോ, സുധാമണിയാ സർ. ഫുഡ് എത്താറായില്ലേ സുധാമണി? ഞങ്ങളിവിടെ വെയിറ്റിംഗാ. ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു സാറേ. എന്റെ സഹായികള് കൂടെയുണ്ട്. 15 മിനിറ്റിനകം ഫുഡ് അവിടെ എത്തും. അപ്പോ കാശ് അവരുടെ കൈ കൊടുത്തേച്ചാ മതിയോ സുധാമണി? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ട് എത്തിച്ചേക്കാം. കാശെല്ലാം സാറ് സമാധാനായിട്ട് എത്തിച്ചാ മതി. അല്ല സുധാമണി, കാശിന്റെ കാര്യത്തില് സാറ് തിരക്കാക്കണ്ട. ചടങ്ങെല്ലാം കഴിഞ്ഞ് സാറ് സമാധാനായിട്ട് തന്നാ മതി. ഇല്ലില്ല, അതെല്ലാം കൈയോടെ തന്നെ സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണെങ്കില് വരുന്നവരുടെ കയ്യിൽ കൊടുത്തു വെച്ചാ മതി. ഓക്കെ സുധാമണി, പറഞ്ഞതിൽ നിന്ന് ഒരു 1000 രൂപ കൂടി അധികം കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഒരു സന്തോഷത്തിനാ സുധാമണി, അത് സാരമില്ല. ഓക്കെ എന്നാ ശരി. ഓക്കെ. എന്താ സർ, എന്തു പറ്റി? എന്തിനാ ഇവിടെ നിർത്തിയേ? ഒന്നുമില്ല. നമുക്ക് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചിട്ട് പോകാം അപർണ. അയ്യോ സർ, ട്രിഡയുടെ മീറ്റിംഗിന് 10 മിനിറ്റിനകം എത്തണമെന്നല്ലേ സാർ പറഞ്ഞത്? എന്ത് ട്രിഡ, എന്ത് മീറ്റിംഗ്? സത്യത്തില് അപർണയോട് കുറച്ചു നേരം സമാധാനമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ട്രിഡയുടെ പേര് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപർണയ്ക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു, അപർണ വരാതിരിക്കുമെന്ന്. സാർ എന്തൊക്കെയായി പറയുന്നേ?
എത്രയോ ദിവസമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ടാ ഞാൻ നടക്കുന്നത്. അപർണയ്ക്ക് അറിയാലോ, അപർണ അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ മനസ്സിലില്ല. സാറിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തകളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലു എനിക്ക് സൂചനകളും തന്നതാ. പക്ഷെ ബാലുവിനോട് ഞാൻ ദേഷ്യപ്പെടുക ചെയ്തേ, സാറിനെ തെറ്റിദ്ധരിച്ചതിൽ. ഞാൻ പോവാ സാർ. ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യും. റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിലും ചെയ്യും. അപർണ, 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 ഞാൻ പറയുന്ന കേക്ക്. നിക്ക അപർണ, അങ്ങനെ പോയാലോ? നിക്കാനല്ലേ പറഞ്ഞത്? നിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് അറിയായിരുന്നടാ. നീ അപ്പുന്റെ കൈ കയറി പിടിക്കുവല്ലടാ. എന്റെ അപ്പുന്റെ ദേഹത്ത് തൊടുവല്ലടാ. നീ അപ്പുന്റെ ദേഹത്ത് തൊടുവല്ലടാ. സോറി സോറി. എന്താ എന്താ ബാലു, എന്തു പറ്റി? അവരവിടെ? ആരുടെ കാര്യം ബാലഗോപാൽ ഈ പറയുന്നേ? അല്ല അപർണ, അപർണയ്ക്ക് എന്തു പറ്റി? എന്താ എന്തുറ്റി ബാലു? എന്തായാലും ബാലുവിന്റെ ചുറ്റിനും കൂടി നിൽക്കുന്നേ. ഒന്നുമില്ല. നീ അപ്പുന്റെ ദേഹത്ത് തൊടും അല്ലേടെന്നൊക്കെ ചോദിച്ച് ബാലഗോപാൽ ഒച്ച വെച്ച് സീറ്റിൽ നിന്ന് ചാടി എണീറ്റു. ബാലഗോപാലിന് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. അപർണ, എന്താ ബാലു, എന്താ കാര്യം? ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ പോണമെന്നുണ്ടോ? ഒന്നുമില്ല. എന്താ ബാലു, ടെൻഷനായോ? ഇല്ല, എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല. അപർണ, ബാലുവിനെ ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഒരു ചെക്കപ്പ് എടുത്തുന്നത് നല്ലതാ. ബി.പിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിലേ ഇതുപോലൊക്കെ സംഭവിക്കും. ബി.പി വരാതെ നോക്കണം. ബാലു വന്നേ. അല്ല ഞാൻ അത് വേണ്ട വേണ്ട, എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താ സംഭവിച്ചെന്ന്. സ്വപ്നം കണ്ടല്ലേ? ഞാനും എംഡിയും കൂടെ കാറി പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടിയല്ലേ? ബാലു, അയാൾ വളരെ ജെന്റിലായിരുന്നു. അനാവശ്യമായിട്ടൊരു നോട്ടം പോലും ഉണ്ടായിരുന്നില്ല. പഴയ കിരൺ അല്ല ഇപ്പോഴത്തെ കിരൺ. എനിക്കെന്തോ അയാളത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇന്നലെ ക്യാബിനിൽ വിളിച്ച് സോറിയെന്നും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അപ്പു എന്തെങ്കിലും ഒരു പണി വരുമെന്ന്. ഞാനത് പറയുകയും ചെയ്തായിരുന്നല്ലോ. ഇതവന്റെ നാടകം, എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക ബി.പി ഒക്കെ നോക്കാറുണ്ടോന്ന്. അതൊക്കെ ബാലുവിന്റെ തോന്നലാ ബാലു. ആളിപ്പോ വളരെ ജെന്റിലാ. കിരൺ പറഞ്ഞതുപോലെ ഇപ്പൊ ഓഫീസ് കാര്യമേ ഉള്ളു ചിന്ത.